മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലിൻ ഷിറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ സ്വീകരിച്ച 2 കുട്ടികളുടെയും ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കിംസ് ആശുപത്രിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് കരളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വയസ്സുകാരിക്ക് വൃക്കകളുമാണ് മാറ്റിവെച്ചത്. അവയവം ദാനം ചെയ്ത ആലിൻ ഷിറിന്റെ കുടുംബത്തിന് നന്ദി എന്നാണ് 10 വയസ്സുകാരി ശ്രേയയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ശ്രേയ ആരോഗ്യവതിയായ ശേഷം ആലിന്റെ കുടുംബത്തെ നേരിൽ കാണുമെന്നും പിതാവ് സജി പറയുന്നു. രാവിലെ 7 മണിക്കാണ് പൂർത്തിയായി. 7:15 പൂർത്തിയായിട്ടുണ്ട്. ICUയിലിട്ട് സംസാരിച്ചായിരുന്നു കൊച്ചിന് നല്ല രീതിയിൽ. പിന്നെ അമ്മ എന്നൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ICUയിലൊക്കെ മാറ്റുകയാണെന്ന് പറഞ്ഞ്. കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാൽ മതി തീരത്തില്ല. നമുക്ക് അറിയത്തില്ല. എന്നാലും ആ കുടുംബത്തിൽ കാണണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കുന്നു. ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ദുഃഖമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ 10 മാസമായ കൊച്ചാണല്ലോ. മനസ്സിലാണ് അവരെ അച്ഛനമ്മയ്ക്ക് മനസ്സ് തോന്നിയല്ലോ ഇങ്ങനെ അവയം കൊടുക്കാൻ വേണ്ടി. അത് തന്നെ വളരെ സന്തോഷമായി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ഇരുവരുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട്? കുടുംബം തീർച്ചയായും നമ്മൾ ആലിൻ ഷിറിനോട് അവരുടെ കുടുംബത്തോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്വാസത്തിന്റെ നിമിഷം കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും വിനീത, ഇന്നലെ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന 3.25 മണിക്കൂർ മലയാളികൾ ഒന്നടങ്കം ചങ്കെടുപ്പോടുകൂടി ഉറ്റുനോക്കിയ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ചും ആലിൻ എബ്രഹാം ആ പേര് തന്നെ ഇന്നലെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോൾ 5 പുതുജീവനുകൾ നൽകിയാണ് ആലിൻ മടങ്ങിയിരിക്കുന്നത്. അതിൽ ആ 5 കുടുംബങ്ങളും വളരെയധികം കടപ്പാടോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി സ്വകാര്യ ആശുപത്രിയിലായാലും മെഡിക്കൽ കോളേജിലായാലും ചികിത്സയുമായി ബന്ധപ്പെട്ട് ഭാരിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും അവയവം കിട്ടാനായിട്ട് ഏറെ നാൾ കാത്തിരുന്ന കുടുംബങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലിൻ്റെ ആ കുടുംബം അങ്ങനെ ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് അവർ എത്തി. ഇങ്ങനെ മസ്തിഷ്ക മരണം സംഭവിച്ചതിന് പിന്നാലെ അരുൺ ജോൺ അടക്കമുള്ളവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതും പിന്നെ കേസൂട്ട് അടക്കമുള്ളവർ വളരെയധികം ഏകോപന പ്രവർത്തനങ്ങൾ വളരെയധികം വേഗത്തിൽ നടത്തുകയും ചെയ്തു. കൃത്യസമയത്ത് തന്നെ ഇന്നലെ ഈ അവയവങ്ങൾ എത്തി. കിംസ് ആശുപത്രിയിൽ എത്തിയതിന് പിന്നാലെ ആലിൻ എബ്രഹാം ആ പേര് ഏറ്റവും പ്രായം കുറഞ്ഞ, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുമ്പോൾ തന്നെ ആ അവയവം സ്വീകരിച്ച തിരുവനന്തപുരത്തെ തന്നെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കരൾ രോഗം ബാധിച്ചു കിടന്ന കുട്ടിക്ക് 6 മാസം മാത്രമാണ് പ്രായമുള്ളത്. ആ കുട്ടിക്ക് ഇന്നലെ തന്നെ ഈ ശസ്ത്രക്രിയകൾ നടത്തി. 10 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ കഴിഞ്ഞു. ഇപ്പോൾ 48 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ SATയിൽ കഴിഞ്ഞിരുന്ന വൃക്ക സംബന്ധമായ ആ കുട്ടിക്കും 10 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛനാണ് ഇപ്പോൾ കുറച്ചു മുൻപ് പ്രതികരിച്ചതും. അവരുടെയും ശസ്ത്രക്രിയകൾ പൂർത്തിയായി. 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഇവർ കഴിയുന്നത്. ഇനി ഹൃദയപാലവും നേത്രപടലങ്ങൾ അടക്കമുള്ളവയുണ്ട്. അതും യഥാർത്ഥ സമയങ്ങളിൽ കുട്ടികൾക്ക് കൈമാറുമെന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. വിനീത.